നമസ്കാരം. നാളെ ജൂലൈ 29 ചൊവ്വാഴ്ചയാണ്. നാളത്തെ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസമാണ്. ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുമുണ്ട്. അതേക്കുറിച്ചും വിശദമായി തന്നെ അറിയാം. നാളെ ഇവർ തീർച്ചയായും ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നാളുകാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഭീഷ്ടപ്രാപ്തി കൈവരിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ദിവസമായി പരാമർശിക്കാം. കർമ്മഗുണം കൈവരാം. തൊഴിലിടത്തിൽ അധീശത്വം പ്രകടിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കച്ചവടം, ബിസിനസ്, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനാഗമം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പ്രശംസയാൽ മനസന്തോഷം വന്നു ചേരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് സംതൃപ്തി കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ പലവിധ തടസ്സങ്ങളെ അഭിമുഖീകരിക്കും എങ്കിലും അത് തരണം ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും മനോധൈര്യത്തോടെ തന്നെ അത്തരം കാര്യങ്ങൾ നേരിടേണ്ടതായി വരാം. സുഗമത കുറയുന്ന സമയമാണ്. കാരണം പെട്ടെന്ന് തന്നെ ഒരു കാര്യം നേടിയെടുക്കുവാൻ സാധിക്കണം എന്നില്ല. ഇഷ്ടഭക്ഷണ യോഗം അല്ലെങ്കിൽ സുഖഭക്ഷണ യോഗം വന്നു ചേരാം. കാര്യസാധ്യം, ശുഭവാർത്ത ശ്രവണം എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ജീവിത പുരോഗതിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ചില കാര്യങ്ങളിൽ ആലസ്യം നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരം ചില ചിന്തകൾ മനസ്സിലേക്ക് വന്നു ചേരുകയും അത് ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പ്രകടമാവുകയും ചെയ്യാം. അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറാവുന്നതുമാണ്. പ്രധാനപ്പെട്ടതായ തീരുമാനങ്ങൾ ആത്മവിശ്വാസപൂർവം കൈക്കൊള്ളാൻ സാധിക്കുന്ന സമയം തന്നെയാകുന്നു. കൂടാതെ സാങ്കേതിക വിദ്യയിൽ പുതിയ അറിവ് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബസൗഖ്യം കുറയില്ല എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം മക്കളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത്തരം ചില വിഷമകരമായ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾക്ക്, അഭിപ്രായങ്ങൾക്ക് സ്വീകാര്യത വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഭാഗ്യം തുണയ്ക്കും. എന്നിരുന്നാലും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. സഹായം സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, സഹപ്രവർത്തകരിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ചില വ്യക്തികളുമായി തർക്കത്തിനോ അല്ലെങ്കിൽ പിടിവാശി കാണിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് ഇന്ന് മുന്നോട്ട് പോകണം. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുന്നതും തന്നാൽ കഴിയുന്ന വഴിപാട് നടത്തി മുന്നോട്ട് പോവുക. സാധിക്കാത്തവർ ദേവി മന്ത്രങ്ങൾ ജപിച്ച് ഇന്നേ ദിവസം ചുവന്ന പുഷ്പങ്ങൾ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകാർ. ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം മത്സരം ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. തർക്കങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്ന ദിവസമാണ്. അത് ഒഴിവാക്കുന്നതാണ് അഭികാമ്യം. അഭിമുഖങ്ങളിൽ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടതായി വരില്ല. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ ശോചനാവസ്ഥയ്ക്ക് അല്പം മാറ്റങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സുഖഭോഗങ്ങൾ വന്നു ചേരാം. പൂർവ്വകാല സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായി വരുന്ന ദിവസം കൂടിയാകുന്നു. ഭാഗ്യാനുഭവങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. നഷ്ടപ്പെട്ടതായ സാഹചര്യങ്ങൾ, അതായത് ചില കാര്യങ്ങളാണ് എങ്കിലും വസ്തുക്കളാണ് എങ്കിലും തിരികെ ലഭിച്ചു എന്ന് വരാം. മാനസിക ഉല്ലാസം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ സാധിക്കും. ചില പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. അതിനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുന്നതുമാണ്.
കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മേലധികാരികളിൽ നിന്നും പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ആദർശവും പ്രായോഗികതയും സമന്വയിപ്പിക്കുന്ന അതിൽ വിജയം കണ്ടെത്തുവാൻ സാധിക്കും. അധികാരപൂർവം തന്നെ പല പദവികളും കൈകാളുവാൻ സാധിക്കും. സമ്മർദ്ദങ്ങൾ ഉണ്ടാകും എങ്കിലും അത് പുറമേ കാണിക്കണം എന്നില്ല. പ്രതിസന്ധികൾ ഉണ്ടാകും എങ്കിലും അവയെ ഭംഗിയായി തന്നെ മറികടക്കുവാൻ സാധിച്ചു എന്നിവരും കുടുംബ കാര്യങ്ങളിൽ ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങളിൽ കൂടുതൽ സമയം അതിനായി കണ്ടെത്തുവാനുള്ള സാധ്യതകളുണ്ട്. കലാപ്രവർത്തകർക്കും ധനയോഗമുണ്ടാകുന്ന ഒരു ദിവസമായി മാറാം. മക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പുതിയ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും പിന്തുണ നേടിയെടുക്കുക. ചില സഹായങ്ങൾ, അത് സാമ്പത്തികമാണ് എങ്കിലും അത്തരം ചില സഹായങ്ങൾ ലഭിക്കുക, പ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ദിവസം കൂടിയാകുന്നു. ഇന്നേ ദിവസം ദേവിയെ ആരാധിക്കുന്നതും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ്. ഇന്നേ ദിവസം ദേവിക്ക് വിളക്ക് തെളിയിച്ച് ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നതും ഇരട്ടി ഫലം നിങ്ങൾക്ക് നൽകും. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, ചോതി, വിശാഖം എന്നീ നാളുകാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശുഭവാർത്തകൾ തേടിയെത്താം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില അനുകൂലമായ സൂചനകൾ ലഭിച്ചു എന്ന് വരാം. കൂടാതെ പല കാര്യങ്ങളിലും അനുമതി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില തടസ്സങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും അത് തരണം ചെയ്ത് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും മനസ്സ് മടുക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പ്രയത്നങ്ങൾ സഫലമാകുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ആശ്വാസം ലഭിക്കുന്ന ദിവസമായി മാറാം. കുടുംബവുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ജോലി മാറുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. അതിനുള്ള ചില സൂചനകൾ ലഭിച്ചു എന്ന് വരാം. പ്രതീക്ഷിച്ചതായ അവസരങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്നും പ്രോത്സാഹനം ലഭിക്കാവുന്നതുമാണ്. ലഭിക്കാതിരിക്കുന്നതായ ധനം ലഭിക്കാം. കടങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വ്യവസ്ഥകളും മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. നവസംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ചില കൂടിയാലോചനകൾ സംഭവിച്ചു എന്ന് വരാം. ചെലവുകൾ അധികരിക്കാനുള്ള സാധ്യതകൾ, പണം ചെലവാക്കേണ്ട എന്ന് വിചാരിച്ചാലും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം ചെലവഴിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ദൗത്യങ്ങൾ പൂർത്തിയാക്കാത്തത്, അതായത് പ്രതീക്ഷിച്ച വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ഖേദത്തിന് ഇടവരുത്താവുന്നതുമാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. പിന്തുണ സ്വീകരിക്കുമ്പോൾ അതിലെ താല്പര്യങ്ങൾ കൂടി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആ പിന്തുണ നേടിയെടുക്കുവാൻ ശ്രമിക്കണം. അതല്ല എങ്കിൽ ഭാവിയിൽ നിങ്ങൾക്കത് ദോഷമായി ഭവിക്കാം. പല കാര്യങ്ങളും മാറ്റണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും അത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കണം എന്നില്ല. പഴയതുപോലെ തന്നെ തുടരുന്നതിൽ മനസ്സിൽ ഒരല്പം വിഷമം വർദ്ധിക്കുവാനും ഇന്നേ ദിവസം സാധ്യത ഉണ്ട്. പല കാര്യങ്ങളിലും തന്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം പൊതുവിൽ അനുകൂലമാണ്. ജോലിഭാരം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ജോലി തീരണം എന്നില്ല. ചില വാക്കുകൾ ദുർവ്യാഖ്യാനിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്ന് വരാം. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. ഇന്നേ ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുന്നതും ഇന്നേ ദിവസം ദേവിയുടെ കുങ്കുമമണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കും. സാധിക്കുന്നവർ ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് ഇന്നേ ദിവസം ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ അലച്ചിലും അത്തരം ചില കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കാര്യനിർവഹണത്തിൽ ചില ക്ലേശങ്ങൾ സംഭവിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും
ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ്. ചില കാര്യങ്ങളിൽ മടുപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട്. കൂടുതൽ കരുതലോടെ ഏത് കാര്യത്തെയും സമീപിക്കേണ്ട ഒരു ദിവസം തന്നെയാണ്. വാക്കുകൾ വളച്ചൊടിക്കുവാൻ ആളുകൾ ഉണ്ടായി എന്ന് വരാം. ചില കാര്യങ്ങളിൽ ഉദാസീനതയ്ക്ക് കാരണമായി തീരും എന്നുള്ളതാണ്. പ്രണയികൾക്ക് അനുകൂലമായ ഒരു ദിവസം തന്നെയാണ്. സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരാം. ആത്മീയപരമായ സാധനകളിൽ കൂടുതൽ മുഴുകുന്നതായ ഒരു ദിവസമായി തന്നെ മാറാം. ചില കാര്യങ്ങൾ മാറി തുടങ്ങുന്നത് ആശ്വസിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് കൊണ്ടുവരുന്നതുമാണ്. കൂടാതെ ഈ സമയം സ്വജനങ്ങൾ പിണക്കം വെടിഞ്ഞ് മുന്നോട്ട് വരുവാനുള്ള സാധ്യതകളുണ്ട്. പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ ഉണ്ടായി എന്ന് വരാം. ഇത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സാധിച്ചു എന്ന് വരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് അമിതമായ ജോലിഭാരം അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ജോലി തീരണം എന്നില്ല. കൂടാതെ ഈ സമയം കർമ്മഗുണം കുറയില്ല എന്നുള്ളതാണ്. നേട്ടങ്ങൾ വർദ്ധിക്കാം. പുതു കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിച്ചു എന്ന് വരാം. തടസ്സങ്ങൾ പരിഹരിക്കുന്നതിൽ പലരുടെയും പിന്തുണ നേടുകയും അത് ലഭിച്ചു എന്ന് വരാം. കൂടാതെ ചില കാര്യങ്ങളിൽ കയർക്കേണ്ടതായ ദേഷ്യപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പരസ്യ ശാസനകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കൂടാതെ ന്യായമായ ആവശ്യങ്ങൾക്ക് പണ തടസ്സമുണ്ടാകില്ല എന്നുള്ളതാണ്. രോഗക്ലേശിതർക്ക് അത്തരം ചില സഹായങ്ങൾ ലഭിക്കാനുള്ള ധനസഹായം ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഒപ്പമുള്ളവരുടെ സഹായം പല കാര്യങ്ങളിലും ലഭിച്ചു എന്ന് വരാം. കാര്യസാധ്യം ചില കാര്യങ്ങളിൽ വന്ന് ചേരാവുന്നതായ സമയം തന്നെയാകുന്നു. യാത്രകൾക്കുള്ള സാധ്യത ഇന്നേ ദിവസം കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ നീരസത്തിന് നിങ്ങൾ പാത്രരാകുവാനുള്ള സാധ്യതകളും കൂടുതലാക്കുന്നു. സംസാരത്താലോ പ്രവൃത്തിയാലോ ആകാം. കുടുംബസൗഖ്യം, ഗൃഹസ്വസ്ഥത എന്നിവ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും. അതായത് ശരിയായ രീതിയിൽ നിവർത്തിക്കാൻ സാധിക്കും. ഭാഗ്യം കൊണ്ട് ചില തടസ്സങ്ങളെയും ആപത്തുകളെയും തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുക. കൂടാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ച് ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കും. ദേവീക്ഷേത്രത്തിലെ കുങ്കുമം അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും ശുഭകരം തന്നെയാണ്.